ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പാനിഷ് ഓംലെറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞെടുത്ത 1/2 കപ്പ് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വറുക്കാം. 5 മിനിറ്റിന് ശേഷം ഒരു സവാള അരിഞ്ഞത്, ഇത് 1 കപ്പ് സവാളയുണ്ട്, ഇതൊന്ന് വറുത്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ 5 മിനിറ്റ് കൂടി വറുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇത് കോരി മാറ്റാം. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചു വെക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്. സ്പാനിഷ് ഓംലെറ്റിൽ സാധാരണ മുട്ടയിൽ ഉപ്പ് മാത്രമേ ചേർക്കൂ. കുരുമുളകും പച്ചമുളകും മല്ലിയിലയും ഒക്കെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. കൂടുതൽ സമയം അടിച്ച് പതപ്പിക്കുകയൊന്നും ചെയ്യരുത്, ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി വറുത്ത് വെച്ച കിഴങ്ങും ഉള്ളിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കിഴങ്ങും ഉള്ളിയൊക്കെ വറുത്ത അതേ ഓയിൽ തന്നെ ഉപയോഗിച്ചാൽ മതി. ഇനി മുട്ട ഒഴിച്ചു കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 4-5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റ് ഇതുപോലെ മുകളിൽ വെച്ചിട്ട് അതിലേക്കൊന്ന് മറിച്ചിട്ടിട്ട് മുകൾ ഭാഗം കൂടി വേവിച്ചെടുക്കാം. ഇനി ഇതുപോലെ തന്നെ പാനിലേക്ക് തന്നെ മാറ്റാം. ഇനി തീ കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കാം. നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.